എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സബ് കോൺഷ്യസ് ലെവലിൽ ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എപ്പോഴും നമുക്ക് സബ് കോൺഷ്യസ്, അപ്പോൾ നമുക്ക് രണ്ട് മൈൻഡുണ്ട്. അപ്പോൾ അതിനകത്തൊന്ന് കോൺഷ്യസ് മൈൻഡും ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡും. സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് എപ്പോഴും പറ്റുന്നത് നമ്മുടെ റിസൾട്ടുകൾ നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ മോശമായൊരു ധാരണ കയറിയിട്ടുള്ള ആൾക്കാർക്ക്, അപ്പോൾ ആ ഒരു ധാരണ എപ്പോഴും അവർക്ക് ജീവിതം മുഴുവനും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നമുക്കിപ്പോൾ അതൊരു ജോൺ കപ്പാസിൻ്റെ ഒരു മൈൻഡ് മോഡൽ തന്നെയുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് മോളിൽ ഒരു റൗണ്ട് എടുക്കുകയാണെങ്കിൽ റൗണ്ടിൻ്റെ മോൾ ഭാഗത്ത് നമുക്ക് കോൺഷ്യസ് മൈൻഡും താഴെ ഭാഗത്ത് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ്, ഇതിൻ്റെ ഇടയ്ക്കായിട്ടൊരു ക്രിട്ടിക്കൽ ഫിൽറ്റർ ഉള്ളതായിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ ചെറുതായിരിക്കും, വളരെ ചെറുത് 6 മാസമോ ഒക്കെ ആയിക്കഴിയുന്നൊരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ മൈൻഡ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വരുന്നത് മുഴുവൻ ഒരു ബക്കറ്റിലേക്ക് വീഴുന്നത് പോലെ മൈൻഡിലേക്ക് ഒരു സ്പോഞ്ച് വെള്ളത്തെ അബ്സോർവ് ചെയ്യുന്ന പോലെ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അബ്സോർവ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ആ വസ്തുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം ഉള്ളിൽ പോയി ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഒരു പാറ്റേൺ റിപ്പീറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും അത് ആ കുഞ്ഞിൻ്റെ ഉള്ളിലും പെർമനൻ്റ് ആവും. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ക്ലാസ്സിൽ പറയാറുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അതായത് വളരെ പാവപ്പെട്ട ഒരു വീട്ടിലാണ്. അപ്പോൾ അവിടെ കല്യാണം കഴിച്ചൊരു കുഞ്ഞൊക്കെ ആയി. അപ്പോൾ പിതാവ് പലപ്പോഴും മദ്യപിച്ചിട്ട് വന്ന് ആ വീട്ടിൽ വന്ന് ലഹള ഉണ്ടാക്കും. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയെ അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ഹാലറി വിളിക്കുകയും പാത്രങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വളരെ കൊച്ചു കുഞ്ഞ്, 6 മാസം പ്രായമായ കുഞ്ഞ് അമ്മയുടെ കയ്യിലിരിക്കുമ്പോൾ അമ്മ കരയുന്നതുകൊണ്ട് അമ്മയ്ക്ക് അടി കിട്ടുമ്പോഴൊക്കെ അപ്പോൾ ഈ കൊച്ചു ഇതിൻ്റെ കൂടെ കരയുന്നുണ്ട്. പക്ഷേ കൊച്ചിന് ലാംഗ്വേജ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കുഞ്ഞിന് എല്ലാ ദിവസവും ഇങ്ങനെ അടിയും വഴക്കും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാ ദിവസവും ഈ കൊച്ചു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു കണ്ടുകൊണ്ടിരിക്കുമ്പം കൊച്ചിൻ്റെ ഇതെന്താണെന്ന് കൊച്ചിന് മനസ്സിലാകുന്നില്ല. കൊച്ചിന് ആ ഇമോഷൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇമേജ് പ്ലസ് ഇമോഷൻ ഉണ്ട്. അത് കൊച്ചിയുടെ ഉള്ളിലോട്ട് പോവുകയാണ്, ബക്കറ്റിൽ വീഴുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഉള്ളിൽ പോയിട്ട് അപ്പോൾ അവിടെ ഈ അമ്മയ്ക്ക്, ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഉള്ള ദേഷ്യവും അരിശവും ഒക്കെ തീർക്കാനായിട്ട്, ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാനായിട്ട് ചിലപ്പം പിറ്റേ ദിവസം കാണുന്നത് ഇവരൊരു ആഹാരം ഉണ്ടാക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇയാൾക്ക് ആഹാരം ഒന്നും കിട്ടുന്നില്ല രാവിലെ. അപ്പോൾ എപ്പോഴും ഇവർ വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നത്. ഒരു വിധത്തിൽ അദ്ദേഹമായിട്ട് സഹകരിക്കുന്നില്ല. ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പലപ്പോഴും ഇവർ ശപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഹസ്ബൻഡ് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും പറയും, നിങ്ങളൊന്ന് പോകുന്ന വഴിക്ക് നിങ്ങളെ വണ്ടി ഇടിച്ച് മരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പാമ്പ് ഇടിക്കും, ഇല്ലെങ്കിൽ ഇടിവെട്ടും. ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര ശാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അമ്മ പറയുന്നത് ഇങ്ങനൊരു പേരിട്ടേക്കുന്ന കാലമാടൻ എന്നായിരിക്കും, നമ്മൾ കേൾക്കാറുള്ളൊരു വാക്കാണ്. അപ്പോൾ ഈ വൊക്കാബുലറി ആയിരിക്കും കൊച്ചിനെ ചിലപ്പോൾ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കണ്ട് 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 റിപ്പീറ്റഡായി അപ്പം ഭർത്താവ് ഇങ്ങനെ ഉപദ്രവിക്കുന്നു, അതിനോട് റിയാക്ട് ചെയ്യുന്ന മദർ, വീണ്ടും ഭർത്താവ് ഉപദ്രവിക്കുന്നു, റിയാക്ട് ചെയ്യുന്ന വളരെ അബ്യൂസീവായിട്ട് റിയാക്ട് ചെയ്യുന്ന മദറിനെ ഈ കൊച്ചു കാണും. അപ്പോൾ ഇതിങ്ങനെ കണ്ട് 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 ഇത് മൈൻഡ് ഡെവലപ്പ് ചെയ്തു വന്നു. ഈ കൊച്ചിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പാറ്റേണും കിട്ടി. അപ്പോൾ ആ കുട്ടിക്ക് ഒരു 8-10 വയസ്സായപ്പോഴത്തേക്കും ഇവിടെ കുട്ടിയുടെ മാതാപിതാക്കൾ മനസ്സ് മാറി നല്ല റിഫൈൻഡായി. അപ്പോൾ അങ്ങനെ കുട്ടി വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. 10th പഠിച്ചു, അപ്പോൾ നല്ല സൂപ്പർ മാർക്കാണ്. അപ്പോൾ 12th പഠിച്ചു, അവിടെ സൂപ്പർ മാർക്കാണ്. അപ്പോൾ എൻജിനീയറിങ്ങിന് പോയി, എക്സ്ട്രാ ഓർഡിനറി മാർക്ക്. അവിടെ കാമ്പസ് റിക്രൂട്ട്മെൻറ്റിലേക്ക് കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടി. അങ്ങനെ ബാംഗ്ലൂർ ഒരു അമേരിക്കൻ കമ്പനിയിൽ നല്ലൊരു ജോലി ചെയ്യുകയാണ്, നല്ല ശമ്പളമുണ്ട്. ആ സമയത്താണ് അതേപോലെ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് നാട്ടിൽ നിന്നൊരു കല്യാണാലോചന വന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം കൊണ്ടും ചേരും. കുട്ടി വളരെ സുന്ദരിയാണ്, കുട്ടിക്ക് നല്ല ശമ്പളമുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടിക്ക്, അയാൾക്ക് നല്ല ശമ്പളമുണ്ട്. അപ്പോൾ ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ട് ഒരു AC അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് AC കാറും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരെ ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ പക്ഷേ ചെറുപ്പത്തിൽ വീണ ഒരുപാട് രൂപരേഖകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവർ ഈ പയ്യൻ പറഞ്ഞു, ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊരു സിനിമയ്ക്ക് പോകാം. അപ്പം സിനിമയ്ക്ക് പോകാനായിട്ട് ഈ സ്ത്രീ വന്ന്, പെൺകുട്ടി വന്ന് കുളിച്ചൊരുങ്ങി നല്ല ചുരിദാറും ഒക്കെ ഇട്ട് നല്ല ചെരുപ്പൊക്കെ ഇട്ട് നല്ലവരെ മുടിയൊക്കെ ചീകി പൊട്ടുമൊക്കെ തൊട്ടിരിക്കുക. പക്ഷേ ഇയാൾ 5:30 വരാമെന്ന് പറഞ്ഞാൽ 6 വന്നിട്ടില്ല, 7 വന്നിട്ടില്ല. കുട്ടി ഒരുപാട് പ്രാവശ്യം വിളിച്ചു, 8 വന്നില്ല, 9 വന്നില്ല, 10 വന്നില്ല, 11 വന്നിട്ടില്ല.
അപ്പോൾ ഈ കുട്ടി ദേഷ്യം കൊണ്ട് ഇങ്ങനെ ശരീരം മുഴുവനും വൈബ്രേറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ പകയും ദേഷ്യമൊക്കെ ഉണ്ട്. അന്നേരമാണ് 11:30 കഴിയുമ്പോഴത്തേക്ക് പയ്യൻ കയറി വരുന്നത്. ആ പയ്യനെ വളരെ ക്ഷീണിച്ച അവശനായി അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ലൂസൻ ചെയ്ത് ഭക്ഷണമൊന്നും കഴിക്കാതാണ് കയറി വരുന്നത്. അപ്പോൾ കയറി വന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ നിയന്ത്രണം മുഴുവൻ പോയി. എന്തുകൊണ്ട് നിങ്ങൾ ഫോൺ എടുത്തില്ല? എത്രയോ പ്രാവശ്യം ഞാൻ വിളിച്ചു. നിങ്ങൾ വന്ന വഴിക്ക് നിങ്ങളെ വണ്ടി ഇടിച്ച് മരിച്ചില്ലല്ലോ, നിങ്ങൾ വണ്ടി ഇടിച്ച് മരിച്ചിരുന്ന് എനിക്ക് സന്തോഷമായിരുന്നു. ഇതൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. ഇങ്ങനത്തെ ഭാഷകളാണ് കുട്ടി അവിടെ ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ട് ഇയാളാകെ എന്ത് സംഭവിച്ചു എന്നുള്ള ഇയാൾ അസ്റ്റോണിഷ്ഡ് ആയി. അപ്പോൾ ഇയാൾ അന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് ഡേ ആണ് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിയത് അവരുടെ കമ്പനിയുടെ അമേരിക്കൻ ക്ലയൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം ഡാമേജ്ഡ് ആയി, ബഗ്ഗായി. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ബോസ് ആകെ ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഭക്ഷണം പോലും കഴിക്കാതിരുന്നത് ശരിയാക്കി കൊടുത്ത് അപ്പോൾ കമ്പനി ഹാപ്പിയായി, നമ്മുടെ ബിസിനസ് നിലനിർത്താൻ പറ്റി. അപ്പോൾ അത് നമ്മുടെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പെൺകുട്ടി ശാന്തയായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഇതുപോലെ അദ്ദേഹത്തിന് എപ്പോഴും ഏതൊരു സമയത്ത് എത്താൻ പറ്റാതിരുന്നപ്പോഴത്തേക്ക് പെൺകുട്ടി വീണ്ടും വയലൻ്റ് ആവുകയാണ്. ഇങ്ങനെ പല പ്രാവശ്യം വയലൻ്റ് ആയപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു രീതി മനസ്സിൽ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം ഒരു അടി കൊടുത്തു. അപ്പോൾ ആ അടി വെച്ചിട്ട് പെൺകുട്ടിക്ക് ഭയങ്കര ഇൻസൾട്ടായി. അവസാനം ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഫാമിലി കോടതിയിൽ കേസ് കൊടുത്ത് രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന അവർക്ക് ഇനിയൊരു ആ പെൺകുട്ടിക്ക് വേറെ ഒരു കല്യാണം ആലോചിച്ച് നടത്തിയാൽ ആ പെൺകുട്ടിയുടെ ബിഹേവിയർ നേരെയാകും തോന്നുന്നുണ്ടോ? സെയിം ബിഹേവിയർ ചിലപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതെന്ന് വെച്ചാൽ മനസ്സിലൊരു ബ്ലോക്ക്. ഇപ്പം ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്ലോക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതേ ബ്ലോക്ക് തന്നെ നമുക്ക് സമ്പത്തുമായിട്ടുണ്ടാകും. ദാരിദ്ര്യത്തിൻ്റെ ഒരു രൂപരേഖ നമുക്ക് കയറി വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് പണം നിൽക്കത്തില്ല, വരത്തില്ല, നമുക്ക് പണം കണ്ടെത്താൻ പറ്റത്തില്ല, അപ്പോൾ സാധ്യതകൾ ലൈഫിൽ കണ്ടെത്താൻ പറ്റില്ല. നെഗറ്റീവിൻ്റെ രൂപരേഖ കയറി വീണിട്ടുണ്ടെങ്കിൽ, അതുമല്ല നമുക്ക് രോഗത്തിൻ്റെ രൂപരേഖ കയറി വീണിട്ടുണ്ടെങ്കിൽ, എപ്പോഴും രോഗം വരുന്നതിനെക്കുറിച്ച്, ബാഡ് ബിഹേവിയറിൻ്റെ ബാഡ് ഹാബിറ്റിൻ്റെ രൂപരേഖയൊക്കെ കയറി വീണിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതെല്ലാം നമുക്ക് ഒരുപാട് രൂപരേഖ ഈ ഒരു സബ് കോൺഷ്യസ് ഹാബിറ്റ് പ്രോഗ്രാമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. അതെങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സ് ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ പാറ്റേൺ നമുക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പ്രോബ്ലം ഉണ്ടാക്കുന്ന ആക്ച്വലി നമ്മുടെ വളരെ ചെറുപ്പത്തിലേ കയറി കൂടിയിട്ടുള്ള നെഗറ്റീവ് പ്രോഗ്രാംസ് ആണ്. അത് നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് അകത്തുനിന്ന് ഇതിനെ മുഴുവൻ ഈ ഒരു കണ്ടാമിനേഷൻസിനെ, ഇമ്പ്യൂരിറ്റീസിനെ, ഇല്ല ടോക്സിക് തോട്ടിനെ നമ്മൾ പുറത്തേക്ക് കളയണം. അപ്പോൾ എന്നിട്ട് അവിടെ നമ്മൾ ശുദ്ധിയാക്കിയിട്ട് പുതിയ പ്രോഗ്രാം, അവിടെ പുതിയ നന്മയുടെ നല്ല ഹാബിറ്റും നല്ല രീതികളും നല്ല പ്രോഗ്രാമും അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ വ്യക്തിയെ പോലെ ബിഹേവ് ചെയ്യാനായിട്ട്, സൗണ്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ചിലപ്പോൾ ഉയരം ഒക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കും, പക്ഷേ നമ്മുടെ രീതികളും സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്ക് ടോട്ടലി സംതിങ് ന്യൂ. ഇതല്ലാതെ ചില ആൾക്കാർ ഈ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളിലും വേദനകളിൽ നിന്നും ചിലപ്പോൾ തിരിച്ചറിഞ്ഞൊരു തിരിച്ചുവരവ് നടക്കാം. പക്ഷെ അത് എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും റീപ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന മിക്കവാറും പേർക്കെല്ലാം ആ ഒരു രീതി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ലൈഫിനെ മാറ്റാനായിട്ട് കഴിയും.